ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ വർത്താനൊക്കെ? ഞാനിപ്പോൾ റെഡി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കാട്ടാ. ഇന്ന് ഞാനും റംസാനയും കൂടെ കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകണം. റംസാന എൻ്റെ കസിനാണ്, എൻ്റെ മൂത്തമ്മാൻ്റെ മോള്. രാവിലെ നേരത്തെ പോകണോണ്ട് കുട്ടികളാരും എണീച്ചിട്ടില്ല. അവർ എണീച്ച് കുറച്ച് നേരം ആകുമ്പോഴേക്കും ഞങ്ങൾ എത്തുമല്ലോ എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അവരുടെ കൂട്ടാണ്ട് വേഗം സ്കൂട്ടിയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും മോപ്പി തുടങ്ങും. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ടൈമിൽ പോയിന്ന് വെച്ചാൽ തിക്കണ്ട തിരക്കണ്ട വേഗം വീടെത്തുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ വേഗം ഒപിയൊക്കെ എടുത്ത് ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ക്യാൻറ്റീനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടറിനെയൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങി പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു. അതും ഇസാനും ഷെയാനൊക്കെ ഞങ്ങളെ കണ്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു. എണ്ണക്കടിയൊക്കെ കഴിച്ചുകൊണ്ട് കാര്യമായിട്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒട്ടുപാലെടുക്കാനായിട്ട് ഞങ്ങളുടെ റബ്ബർ എസ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഷിബിലിയും റംസാനിയും പിന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദുവിനെ വീട്ടിലാക്കിയിട്ട് പോയെന്ന് വെച്ചാൽ കുറച്ച് സീറാണ്. അതുകൊണ്ട് ഞങ്ങൾ അവനെയും കൂട്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല രസമില്ലേ, നല്ല പ്രകൃതിയുള്ള സ്ഥലമല്ലേ. പക്ഷെ കുഞ്ഞ് വരമ്പിലൂടെ കേട്ടോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. നിങ്ങളതിൽ കാണാൻ ഞാൻ ഈ വഴി കൂടെ നടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടോ വണ്ടി പോയത്. പിന്നെ ആദു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആദു ആദ്യമായിട്ടാണ് നമ്മുടെ റബ്ബർ എസ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അവനിങ്ങനെ ഓടി നടക്കുമായിരുന്നു. ഇവിടെ ഒട്ടുപാലെടുക്കാനായിട്ട് റംസാനെയും ഷിബിലിയായിട്ട് സ്ഥിരമായിട്ട് വരൽ. ഞാൻ ഈ വർഷം ആദ്യമായിട്ട് വരണേ. ഞാൻ ഇതിന് മുന്നേ ഒരു തവണ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. എടുക്കാനൊന്നല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ. നമ്മൾ കുറേ കാലം കൂടിയിട്ടല്ല ഇങ്ങനെ വരലൊക്കെ. എൻ്റെ ഫോണിൽ കാര്യമായിട്ട് ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവർ ഒട്ടുപാലെടുക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം പാടെ എടുക്കണ്ടേ, അപ്പോൾ കുറച്ച് ചാർജറിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ചു. അത് പിന്നെ നല്ല കുട്ടിയായിട്ട് അവന് ഫോണൊന്നും വേണ്ട എന്നിട്ട് അവന് ഒറ്റയ്ക്ക് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവൻ തെരാപ്പര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, മാമ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ടൈം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദുവിന് വിശക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ പണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിൽക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമായിട്ട് എൻ്റെ അമ്മമാൻ്റെ വീട്. ഇവിടെ കുറച്ച് അപ്പുറത്തേക്കായിട്ടൊരു കോറി ഉണ്ട്. അവിടെ ഒരു കാട്ടുപള്ളി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ. ഞാൻ എന്തായാലും ഒരു ദിവസം അവിടുത്തെ വീഡിയോ. ചേച്ചിമാരുടെ ടീ ബ്രേക്ക് ആയിരുന്നു തോന്നുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും രാവിലത്തെ ഫുഡല്ല, ഇന്ന് ഉച്ചക്കത്തെ ഫുഡും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആദൂനെയൊക്കെ കടത്തി ഉറക്കി ഇവിടെ അമ്മായി മീൻ പൊരിച്ചതും മീൻചാറും ചോറൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സബാന ഇരുന്ന് ഫുഡ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ മുത്തൂസ് ഉണ്ടായിരുന്നു. മുത്തൂസിൻ്റെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. എൻ്റെ അമ്മമാരുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കൈയിൻ്റെ കെട്ടടിക്കണ ദിവസമാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ആദു ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ എണീക്കുമ്പോഴേക്കും പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൻ കറക്റ്റ് ടൈം ആയപ്പോൾ കറക്റ്റ് എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിവിടെ ആദു ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ അവനക്ക് ലിഫ്റ്റ് കണ്ടു എന്ന് വെച്ചാൽ ഒന്ന് മേലേക്കും താഴേക്കും പോകണം, അത് നിർബന്ധം കേട്ടോ. അപ്പോൾ ഒന്ന് മേലേക്കും താഴേക്കും ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശരിക്കും ഫ്ലോർ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറാണ്. പിന്നെ മമ്മാൻ്റെ കയ്യിൽ മാവിട്ടതൊക്കെ അവർ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബാൻഡ് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ആദ്യം വരുന്നതിൻ്റെ 2 ദിവസം മുന്നായിട്ട് ഷിബിലി ഇവിടെ ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അതും എടുത്ത് പുഴക്കി ഇട്ടിട്ടുണ്ട് രാവിലെ. ഇതാണ് ഉമ്മമാൻ്റെ കോഴിക്കോട്. ഉമ്മമ്മ കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോയപ്പോഴാട്ടാ വീണ് കൈയൊടിഞ്ഞത്. പിന്നെ എൻ്റെ ഉമ്മമാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നേരമൊക്കെ കൂടിയിട്ട് നെല്ലിയാമ്പതിക്ക് പോകണ്ട കേട്ടാ. ആദ്യം പോകുന്നുണ്ട്. അപ്പോൾ നെല്ലിയാമ്പതിക്ക് പോകാൻ വേണ്ടിയിട്ട് അസീബും ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞാൻ ഇന്നലെ വന്നു, ഉമ്മ ഇന്നാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. 2-3 ദിവസമായി ആദ്യം ഉമ്മനെ കണ്ടിട്ട്. അതിൻ്റെ പ്രകടനങ്ങളാട്ടോ അവിടെ കാണുന്നത്. പിന്നെ അസീബ് വണ്ടിയൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. എനിക്ക് ഞായറാഴ്ച വർക്കുള്ളതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ ടൂർ പോകണില്ല കേട്ടാ. പിന്നെ രാത്രിയായി. ഈ വരുന്ന കേട്ടാ എൻ്റെ മൂത്തുമ്മാൻ്റെ മോള്. അവളും ഞാനും മാത്രമാണ് കേട്ടാ ഈ വീട്ടിൽ ട്രിപ്പിന് പോവാത്തത്. അവൾ ഇവിടെ തുണക്ക് വേണ്ടിയിട്ടാട്ടോ വരുന്നത്. പിന്നെ കുറേയായി അവർ വന്നിട്ട്. പിന്നെ മന്തി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മന്തിയൊക്കെ കഴിച്ചു. അതുവിന് മന്തി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാട്ടാ. അവനിങ്ങനെ മന്തി എന്ന് പറയുകയൊക്കെ ചെയ്യും, പക്ഷേ കാര്യമായിട്ട് കഴിക്കൊന്നുമില്ല. പിന്നെ തലേന്ന് തന്നെ ഇവർ ഉള്ളിയൊക്കെ തൊലിച്ച് വയ്ക്കാട്ടോ. നാളെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് ഇവർ ട്രിപ്പ് പോണത്. പിന്നെ നമ്മുടെ മാമ വന്നിട്ടുണ്ട്. മാമാൻ്റെ കൂടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.